ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജീവി അത്ര പെട്ടെന്നൊന്നും നശിക്കില്ല. ഇതിനെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ട്, ലിക്വിഡ് നൈട്രജനിലിട്ട് ഫ്രീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വെയിലത്തിട്ട് ഉണക്കി നോക്കിയിട്ടുണ്ട്, ഒരു തോക്കിനകത്ത് നിന്നും വെടിവെച്ച് വരെ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. കടലിൻ്റെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്തെ അതിഭയങ്കരമായ പ്രഷർ പോലും ഇതിന് താങ്ങാൻ കഴിയും. ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ തൊട്ടടുത്തുള്ള അതിശക്തമായ റേഡിയേഷനും മണിക്കൂറുകളോളം ഇത് താങ്ങും. ബഹിരാകാശത്തെ വാക്വത്തിൽ വരെ ഇത് സർവൈവ് ചെയ്യും. വാട്ടർ ബെയർ എന്ന് പൊതുവെ വിളിക്കുന്ന ഈ ജീവിയുടെ ശരിയായ പേര് ടാർഡിഗ്രേഡ് എന്നാണ്. ഇത്രയും കഠിനമായ സാഹചര്യങ്ങളെ ഈ ജീവി എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നത് ഈ അടുത്ത കാലം വരെ ഒരു വലിയ മിസ്റ്ററി ആയിരുന്നു. അത് ഒരുപക്ഷെ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വന്ന ജീവിയാണോ എന്ന് വരെ ചിലർ സംശയിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ അതിജീവനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഈയിടെ കണ്ടെത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ മനുഷ്യരുടെ കോശങ്ങളെയും ഇതുപോലെ അതിജീവന ശേഷിയുള്ളവയാക്കാൻ കഴിഞ്ഞേക്കും. വിദൂരമായ ബഹിരാകാശ യാത്രകൾ സർവൈവ് ചെയ്യാൻ ഇതൊരു പക്ഷേ നമ്മളെ സഹായിക്കും. എന്താണ് ടാർഡിഗ്രേഡ്? അതെങ്ങനെ ഇത്രയും ഹാർഷായ എൻവയോൺമെൻറ്റ്സ് സർവൈവ് ചെയ്യുന്നു? അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയും? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1 മില്ലിമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് കഷ്ടിച്ച് മാത്രം കാണാൻ കഴിയുന്ന കുഞ്ഞൻ ജീവികളാണ് ടാർഡിഗ്രേഡ്. അവയ്ക്ക് 8 കൊച്ചു കാലുകളും അതിന്മേൽ നഖങ്ങളും ഉള്ളതായിട്ട് കാണാൻ കഴിയും. വായുടെ സ്ഥാനത്ത് ചെറിയൊരു സക്കറാണുള്ളത്. നമ്മൾ സാധാരണ കണ്ണുകൾ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള കണ്ണുകൾ ഇവയ്ക്കില്ല. എങ്കിലും പ്രകാശം സെൻസ് ചെയ്യാൻ കഴിയുന്ന 2 ഐ സ്പോട്ടുകൾ ഇവയ്ക്കുണ്ട്. ഇവ പ്രകാശത്തിന് റെസ്പോണ്ടും ചെയ്യാറുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇതിനെ കണ്ടുവരാറുണ്ട്. പച്ച നിറത്തിലുള്ള പൂപ്പലും പായലും നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാവും. പായലിൻ്റെയും പൂപ്പലിൻ്റെയും നീര് വലിച്ചു കുടിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഈ ജീവികൾ അങ്ങനെ വലിയ ഉപദ്രവകാരികളൊന്നുമല്ല. 1773 ജർമ്മൻ സുവോളജിസ്റ്റായ ജോഹാൻ ഗോയസ് ആണ് ഈ ജീവികളെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അദ്ദേഹം ഇട്ട പേരാണ് വാട്ടർ ബെയർ എന്നുള്ളത്. പക്ഷേ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ഈ ജീവികളുടെ പ്രതിരോധ ശേഷിയെപ്പറ്റി അന്ന് അറിയില്ലായിരുന്നു. വളരെ യാദൃശ്ചികമായാണ് ഇത് കണ്ടുപിടിച്ചത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികൂല സാഹചര്യം വന്നാൽ ടാർഡിഗ്രേഡുകൾ വളരെയധികം ചുരുങ്ങി ഉരുണ്ട് ഒരു കൊച്ചു ബാരലിൻ്റെ ഷേപ്പിലേക്ക് മാറും. ടൺ സ്റ്റേറ്റ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്ന പേര്. ഒരിക്കൽ ലാബിൽ ഈ ജീവികളെ സ്റ്റോർ ചെയ്തിരുന്ന പാത്രത്തിൽ വെള്ളമൊഴിക്കാൻ ആരോ മറന്നുപോയി. അങ്ങനെ ആ പാത്രം തീർത്തും ഡ്രൈ ആയിപ്പോയി. അതോടുകൂടി ആ ജീവികൾ നശിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോഴാണ് അവ വളരെയധികം ചുരുങ്ങി ബാരൽ ഷേപ്പിലേക്ക് മാറിയതായിട്ട് കണ്ടത്. പാത്രത്തിൽ വെള്ളമൊഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പതുക്കെ ഇവ ഓരോന്നായിട്ട് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതായും കണ്ടു. അന്നാണ് ഈ ജീവികൾക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ട് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. ഈ അവസ്ഥയ്ക്ക് ടൺ സ്റ്റേറ്റ് എന്ന് പേര് കൊടുത്തതും ആ സമയത്താണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ പ്രതികൂല സാഹചര്യവും ഈ ജീവി തരണം ചെയ്യുന്നത് ഈ ടൺ സ്റ്റേറ്റിലാണ്. അതായത് ഈ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ ഈ ജീവികൾക്ക് 150 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാൻ കഴിയും. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് ഓർക്കണം. ടൺ സ്റ്റേറ്റിൽ ഈ ജീവികൾക്ക് -270 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് സഹിക്കാൻ കഴിയും. അതായത് ലിക്വിഡ് നൈട്രജൻ അല്ല, ലിക്വിഡ് ഹൈഡ്രജന്റെ തണുപ്പ് വരെ ഇതിന് താങ്ങാൻ കഴിയും. ടൈറ്റാൻ പേടകം കടലിനടിയിൽ തകർന്ന സ്ഥലത്തെ പ്രഷർ വെറും 380 ബാറാണ്. കടലിൻ്റെ ഏറ്റവും താഴ്ചയുള്ള മറിയാന ട്രഞ്ചിലെ ചാലഞ്ചർ ഡീപ്പ് എന്ന ഭാഗത്ത് പോലും 1100 ബാർ പ്രഷറേ ഉള്ളൂ. എന്നാൽ ടൺ സ്റ്റേറ്റിലുള്ള ടാർഡിഗ്രേഡുകൾക്ക് 6000 ബാർ പ്രഷർ വരെ താങ്ങാൻ കഴിയും. താങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ടൺ സ്റ്റേറ്റിൽ ഇത്തരം ഹാർഷായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വിധേയമാക്കിയാൽ പോലും അനുകൂല സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ജീവികൾ ടൺ സ്റ്റേറ്റിൽ നിന്നും മാറി നോർമൽ അവസ്ഥയിലേക്ക് വരുന്നത് കാണാം. ഒന്നും സംഭവിക്കാത്ത പോലെ. അതായത് ഇത്രയും ഹാർഷായ സാഹചര്യങ്ങളിൽ പോലും അവയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഭൂമിയിലെ ഏറ്റവും ടഫായ ജീവികൾ ടാർഡിഗ്രേഡുകളാണെന്ന് പറയാൻ ഇതാണ് കാരണം. ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കൂടാതെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് താങ്ങാനും ഇവയ്ക്ക് കഴിയും. ഒരു ശരാശരി മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന റേഡിയേഷൻ ഡോസ് എന്ന് പറയുന്നത് 5 മുതൽ 10 ഗ്രേ റേഡിയേഷനാണ്. ഇതിനെയാണ് ലീതൽ ഡോസ് അഥവാ LD50 എന്ന് വിളിക്കുന്നത്. എന്നാൽ 5000 ഗ്രേ റേഡിയേഷൻ വരെ താങ്ങാൻ ടൺ അവസ്ഥയിലുള്ള ടാർഡിഗ്രേഡുകൾക്ക് കഴിയും. ഇതുകൂടാതെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് 10 ദിവസത്തേക്ക് ഈ ജീവികളെ ബഹിരാകാശത്തെ വാക്വത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ വാക്വം മാത്രമല്ല പ്രശ്നമാകുന്നത്,
സൂര്യനിൽ നിന്നും വരുന്ന UV റേസും സോളാർ വിൻഡും ബഹിരാകാശത്ത് നിന്നും വരുന്ന കോസ്മിക് റേഡിയേഷൻസും ഒക്കെ പ്രശ്നമായിട്ട് വരും. എന്നിട്ടും തിരിച്ച് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് ആവുകയും പ്രത്യുൽപാദനം വരെ നടത്തുകയും ചെയ്തു. അതായത് ഒരു ഉൽക്കാശിലയുടെ മേലിരുന്നു കൊണ്ട് ബഹിരാകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം വന്നാലും ഈ ജീവികൾ അത് സർവൈവ് ചെയ്യും എന്ന് അന്ന് മനസ്സിലായി. ഈ ജീവികൾ ഒരു പക്ഷെ പാൻസ്പെർമിയയ്ക്ക് കാരണമാകുമെന്ന് പറയാൻ ഇതാണ് കാരണം. അതായത് ഭൂമിയിൽ വലിയ ഉൽക്കകൾ വന്നിടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭൂമിയിൽ നിന്നും ചില പാറകൾ ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകാറുണ്ട്. അത്തരത്തിൽ ചൊവ്വയിൽ നിന്നും തെറിച്ചു വന്നൊരു പാറക്കഷ്ണം ഭൂമിയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഭൂമിയിൽ നിന്നും തെറിച്ചു പോകുന്ന ഒരു പാറക്കഷ്ണത്തിൽ ടാർഡിഗ്രേഡുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. വർഷങ്ങൾക്ക് ശേഷം ആ കല്ല് മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ ചെന്ന് വീണാൽ അവിടെ ജീവന്റെ വിത്തുകളായിട്ട് ഈ ടാർഡിഗ്രേഡുകൾ മാറിയേക്കാം. ഇത്തരത്തിൽ ഒരു പ്ലാനറ്റിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്ക് ജീവൻ നാച്ചുറൽ ആയിട്ട് എത്തുന്നതിനെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ ജീവന്റെ വിത്തുകൾ എത്തിയതും ഇങ്ങനെയാകാം എന്ന് കരുതുന്നവരുണ്ട്. ഇങ്ങനെ ഉൽക്കകൾ വഴി മറ്റൊരു ഗ്രഹത്തിലേക്ക് പാൻസ്പെർമിയ നടത്താൻ ടാർഡിഗ്രേഡുകൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഉൽക്കകൾ പതിക്കുമ്പോഴുണ്ടാവുന്ന അതിശക്തമായ ആഘാതം താങ്ങാനുള്ള ശേഷി കൂടി അവയ്ക്ക് ഉണ്ടാവണം. ഇത് പരിശോധിക്കാൻ വേണ്ടി ഒരിക്കൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ബുള്ളറ്റിനുള്ളിൽ ടൺ സ്റ്റേറ്റിലുള്ള ടാർഡിഗ്രേഡുകളെ ലോഡ് ചെയ്തു. എന്നിട്ട് ഒരു സ്പെഷ്യൽ ഗൺ ഉപയോഗിച്ച് ആ ബുള്ളറ്റ് ഫയർ ചെയ്തു. 900 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചിട്ട് വരുന്ന ആഘാതം വരെ താങ്ങാൻ അവയ്ക്ക് കഴിഞ്ഞു. ഒരു നോർമൽ ബുള്ളറ്റിന്റെ സ്പീഡ് 750 മീറ്റർ/സെക്കൻഡ് ഒക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും പരീക്ഷണങ്ങൾ നടത്തി നോക്കിയ ശേഷമാണ് ടാർഡിഗ്രേഡുകൾക്ക് ഇത്രമാത്രം ടഫ്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ടാർഡിഗ്രേഡുകൾ ഇത്രയും ഹാർഷായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യുന്നു എന്നത് ഒരുപാട് നാള് ശാസ്ത്രജ്ഞരെ കുഴക്കിയൊരു ചോദ്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും സർവൈവ് ചെയ്യുന്ന ചില ബാക്ടീരിയകളുണ്ട്. പക്ഷേ വളരെ താഴ്ന്ന താപനിലയിലും സർവൈവ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ താഴെ പോകുമ്പോൾ പ്രധാന പ്രശ്നമാവുന്നത് ജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശമാണ്. ഏതൊരു ജീവിയെ എടുത്താലും അതിൻ്റെ കോശങ്ങളിൽ 60% വെള്ളമാണുള്ളത്. താഴ്ന്ന താപനിലയിൽ ഈ വെള്ളം ഐസാവാൻ തുടങ്ങും. വെള്ളം ഐസാവുമ്പോൾ അത് വികസിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അത് കോശങ്ങളിലെ മറ്റുള്ള ഭാഗങ്ങളെയൊക്കെ ഞെരിക്കും. ഇത് കോശങ്ങളിൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കും. എന്നാൽ ടാർഡിഗ്രേഡുകൾ ടൺ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവയിലെ കോശങ്ങളിലെ ജലാംശം വളരെയധികം കുറയും എന്നുള്ളതാണ്. അവയുടെ കോശങ്ങളിലെ ഏകദേശം 95% വെള്ളത്തെയും അവ പുറന്തള്ളും. അങ്ങനെയാണ് അവ ചുരുങ്ങുന്നത്. ജലാംശം കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഫ്രീസ് ആകുന്നത് മൂലമുള്ള ഡാമേജുകൾ ഉണ്ടാവില്ല. പക്ഷേ കോശങ്ങളിലെ ജലാംശം കുറയുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജലാംശമില്ലെങ്കിൽ കോശങ്ങൾക്ക് അവയുടെ നോർമൽ ഫങ്ഷൻസ് ചെയ്യാൻ കഴിയില്ല. ഈ ടൺ സ്റ്റേറ്റിൽ ടാർഡിഗ്രേഡ്സ് അവയുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം സ്ലോ ആക്കും. അവയുടെ മെറ്റാബോളിസം റേറ്റ് നോർമൽ റേറ്റിൻ്റെ 0.01% കുറയും. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു എനർജി സേവിങ് മോഡ്. ജലാംശം കുറയുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം അത് കോശങ്ങളിലെ പല പ്രോട്ടീനുകളുടെയും ഘടനയെ തന്നെ മാറ്റും എന്നുള്ളതാണ്. പ്രോട്ടീനുകൾക്ക് അവയുടെ ശരിയായ ഷേപ്പും സ്ട്രക്ചറും കൊടുക്കുന്നതിൽ വെള്ളത്തിന് നല്ലൊരു പങ്കുണ്ട്. കോശങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ അത് പ്രോട്ടീനുകളുടെ ഘടനയെ ബാധിക്കും. DNA ഘടനയെ വരെ അത് ബാധിക്കും. ഇത് പലതരത്തിലുള്ള പെർമനന്റ് ഡാമേജുകൾക്കും കാരണമാവും. സാധാരണ ജീവികൾക്ക് ഇത്തരം ഡാമേജുകൾ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോശങ്ങളിലെ 95% ജലത്തെയും പുറന്തള്ളിക്കൊണ്ട് ഒരു ജീവിക്കും ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു പ്രശ്നം തടയാൻ വേണ്ടി ടൺ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ടാർഡിഗ്രേഡ്സിന്റെ കോശങ്ങളിൽ ചില പ്രത്യേകതരം പ്രോട്ടീൻസും ഷുഗേഴ്സും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ ഒരു സംഭവം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരം കോമ്പൗണ്ടുകൾ മറ്റു ജീവികളിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പുതിയ കോമ്പൗണ്ടുകൾ കോശങ്ങളിലെ നോർമൽ പ്രോട്ടീൻസിനെയും DNA-യെയും പൊതിഞ്ഞു പിടിക്കും. ഇതുമൂലം അവയുടെ ഷേപ്പും സ്ട്രക്ചറും നഷ്ടപ്പെടുന്നത് തടയും. ചുരുക്കി പറഞ്ഞാൽ ജലാംശം ഇല്ലാതാകുന്നത് മൂലമുള്ള ഡാമേജുകളൊക്കെ ഈ പുതിയ കോമ്പൗണ്ടുകൾ തടയും. അങ്ങനെയാണ് ടാർഡിഗ്രേഡ് കോശങ്ങൾ എക്സ്ട്രീം ഡീഹൈഡ്രേഷൻ സർവൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണ ഒരു ജീവിയുടെ കോശത്തിന് റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായാൽ അവയിലെ DNA ഡാമേജ് ആവും. ആ ഡാമേജാണ് കോശങ്ങളെ നശിപ്പിക്കുന്നത്. എന്നാൽ ടൺ സ്റ്റേറ്റിലുള്ള ടാർഡിഗ്രേഡ് കോശങ്ങളിലെ DNA-ക്ക് നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. അത് റേഡിയേഷൻ ഡാമേജിനെ തടുക്കും.
മാത്രമല്ല ചെറിയ വല്ല ഡാമേജ് ഉണ്ടായാൽ തന്നെ ആ ഡാമേജ് റെക്ടിഫൈ ചെയ്യുന്നത് വരെ ഡാമേജ് ആയ DNA-യുടെ 2 പീസുകൾ അകന്നു പോകാതെ ഈ കോമ്പൗണ്ടുകൾ പിടിച്ചു വയ്ക്കും. ടാർഡിഗ്രേഡ് കോശങ്ങളിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള DNA റിപ്പയർ മെക്കാനിസം ഉണ്ട്. റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ഡാമേജുകളെ വളരെ വേഗം തന്നെ റെക്ടിഫൈ ചെയ്യാൻ ഈ മെക്കാനിസംസിന് കഴിയും. ഈ എല്ലാ സംവിധാനങ്ങളും ചേർന്നാണ് ടാർഡിഗ്രേഡുകൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നത്. ടാർഡിഗ്രേഡ് കോശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ കോമ്പൗണ്ടുകളെ എക്സ്ട്രാക്ട് ചെയ്ത ശേഷം അത് മറ്റ് ജീവികളുടെ കോശങ്ങളിൽ ഇൻജെക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുമൂലം ആ ജീവികളുടെ കോശങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാനുള്ള കഴിവ് കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ സ്റ്റെം സെൽസിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴും സമാന റിസൾട്ടുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ മേഖലയിലുള്ള പരീക്ഷണങ്ങൾ വഴി മനുഷ്യരുടെ കോശങ്ങളെ കൂടുതൽ ടഫാക്കാനും പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ പ്രാപ്തമാക്കാനും കഴിയും. ഇതിന് പല ഉപയോഗങ്ങളും ഉണ്ട്. ബഹിരാകാശത്തെ ഹാർഷായിട്ടുള്ള എൻവയോൺമെന്റ് സർവൈവ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യരിൽ കൂട്ടാൻ ഇതുവഴി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ നീണ്ട ബഹിരാകാശ യാത്രകൾ നടത്തേണ്ടി വരുമ്പോൾ ഈ ഒരു കഴിവ് വളരെയധികം സഹായകരമാവും. മാത്രമല്ല ടാർഡിഗ്രേഡുകൾ ചെയ്യുന്ന പോലെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം റേറ്റ് വളരെയധികം കുറച്ച് ഒരു ഹൈബർനേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതും നീണ്ട യാത്രകൾക്ക് സഹായകരമാവും. ഇത്രയൊക്കെ ആയിട്ടും ടാർഡിഗ്രേഡുകൾക്ക് മാത്രം ഇത്തരം പ്രത്യേക കഴിവുകൾ എങ്ങനെ ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ടാർഡിഗ്രേഡുകളുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കിയാൽ ഇത്രയും തീവ്രമായ പ്രതികൂല സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം അവയ്ക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിവ് കൊണ്ട് അവയ്ക്ക് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ബെനിഫിറ്റും ഇല്ല. പിന്നെ ആകെ കൂടെയുള്ള ഗുണം അവ ജീവിക്കുന്ന പായലും പൂപ്പലും നിറഞ്ഞ എൻവയോൺമെന്റ് പലപ്പോഴും പൂർണ്ണമായും ഡ്രൈ ആയി പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഈ ടൺ സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയും. ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ ഭാഗമായി എവോൾവ് ചെയ്തു വന്ന സ്വഭാവമായിരിക്കാം ഈ ടൺ സ്റ്റേറ്റ്. മറ്റ് അഡ്വാൻറ്റേജുകൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമായിരിക്കാം എന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഈ ഒരു വീഡിയോ വഴി എത്ര ഹാർഷായിട്ടുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാൻ കഴിയുന്ന ജീവികൾ ഭൂമിയിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത്തരം ജീവികൾ പാൻസ്പെർമിയയ്ക്കുള്ള സാധ്യതകളും തുറന്നിടുന്നുണ്ട്. നാളെ ഒരുപക്ഷെ ചൊവ്വയിലോ അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു മൂണിലോ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ടാർഡിഗ്രേഡ്സിനെ കണ്ടുകൂടാ എന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.